നമസ്കാരം. തുടരെ വാർത്തകൾ, രാഷ്ട്രീയ വാർത്തകൾ, സമുദായ വാർത്തകൾ, സ്പോർട്സ് രംഗത്തു നിന്നുള്ള വാർത്തകൾ, പത്മ അവാർഡ് ഇപ്പോൾ അവാർഡ് രംഗത്തു നിന്നുള്ള വാർത്തകൾ, കേരളത്തിലെ ജനങ്ങൾക്ക് പരസ്പരം കടിച്ചു കയറാനും പരസ്പരം ആശ്ലേഷിക്കാനും സന്തോഷിക്കാനുമുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അടുത്ത കാലത്തുള്ള ഗൗരവമായ രാഷ്ട്രീയ സാമുദായിക സംഘടനകളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായി വളരെ പെട്ടെന്ന് NSSും SNDPയും യോജിക്കാൻ തീരുമാനിച്ചു. ആ യോജിക്കാൻ തീരുമാനിച്ച് എൻ്റെ കാർമ്മികത്വം വഹിച്ചത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ്റെ ഒരു കൊട്ടേഷനാണെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെയും ഏൽപ്പിച്ച ഒരു കൊട്ടേഷനായിരുന്നു NSS SNDP യോജിപ്പ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ആ കൊട്ടേഷൻ്റെ ടാർഗറ്റ് ഉന്നം VD സതീശനെ വീഴ്ത്തുക എന്നുള്ളതായിരുന്നു. VD സതീശനെ വീഴ്ത്തുന്ന കാര്യത്തിൽ കോൺഗ്രസിലെ ചില നേതാക്കൾക്കെങ്കിലും മനസ്സുകൊണ്ട് അവർ ആഹ്ലാദിച്ചിരിക്കും. അതുകൊണ്ട് അവരതിനെ പ്രതിരോധിക്കാനായിട്ട് പോയുമില്ല. അപ്പോൾ പ്രതിരോധിക്കാൻ പോകാത്ത നേതാക്കന്മാർ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് പറയാം അവരുടെ കറുത്ത കൈകൾ ഇതിൻ്റെ പുറകിൽ ഉണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ അവരുടെ നിസ്സംഗതയെങ്കിലും ഉണ്ടായിരിക്കാം. ഇവിടെ സതീശനോടുള്ള വിരോധം തോന്നുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള കോൺഗ്രസ് നേതാക്കളുടെ മത്സരത്തിൽ പരസ്പര മത്സരത്തിൽ സതീശൻ ഓരോ ദിവസം ചെല്ലുന്തോറും മുൻകൈ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ മുൻകൈ നേടുന്നതിൻ്റെ അടിസ്ഥാനം ചില നിലപാടുകളുടെ ബലത്തിലാണെന്നാണ് പറയുന്നത്. കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവറെ മുന്നണിയിലെടുത്ത് മത്സരിപ്പിക്കണം, മുന്നണിയുടെ ഭാഗമാക്കണം എന്നുള്ള വാദം വന്നു. ആ സമയത്ത് യാതൊരു കാരണവശാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് PV അൻവറുമായി യാതൊരു ഏർപ്പാടിനും പോകില്ല, ഒരു സന്ധിക്കും പോകില്ല എന്ന ഉറച്ച നിലപാട് സതീശനെടുത്തു. ഇതിൽ ഏറ്റവും പ്രധാനം സതീശൻ്റെ നിലപാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് സമ്മർദ്ദമുണ്ടായിട്ട് കൂടി അതിനെ അതിജീവിച്ചുകൊണ്ട് PV അൻവറെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആ രംഗത്തുനിന്ന് മാറ്റി നിർത്താൻ ആർക്ക് സാധിച്ചു? സതീശന് സാധിച്ചു. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആലോചിക്കാമെന്ന് പറഞ്ഞാൽ ആലോചിക്കാം. സതീശൻ ഇപ്പോൾ അൻവർ ഇപ്പോൾ UDFൻ്റെ ഭാഗമാവുകയും ചെയ്തു. പിന്നെ നമ്മളൊന്ന് കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസുകളാണ്, പീഡന കേസുകളാണ്. അതിൻ്റെ മെറിറ്റിനെക്കുറിച്ച് നമ്മൾ കിടക്കുന്നില്ല. എന്നാൽ പോലും അവിടെ സതീശനെടുത്ത നിലപാടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് എന്തോ തെറ്റ് പറ്റിയിരിക്കുന്നു, ആ തെറ്റുകൾ തിരുത്തപ്പെടേണ്ടതാണ്, തെറ്റ് തിരുത്തപ്പെടേണ്ടത് മാത്രമല്ല ചിലപ്പോൾ ശിക്ഷിക്കപ്പെടേണ്ടതാണെന്നുള്ളൊരു ബോധ്യം ആർക്കുണ്ടായി? സതീശനുണ്ടായി. അന്ന് സതീശൻ പറഞ്ഞൊരു വാചകമുണ്ട്, 2 വാചകങ്ങൾ അതിനകത്ത് കൃത്യമായിട്ട് എടുക്കണം. സതീശൻ പറഞ്ഞ വാചകം, എൻ്റെ ബോധ്യപ്പെടലാണ് എൻ്റെ നിലപാടുകൾ, അത് തിരുത്താൻ ഞാൻ തയ്യാറില്ല. അതുപോലെ രാഹുൽ മാങ്കൂട്ട് ഓവർ എന്തൂസിയാസ് അല്ലെങ്കിൽ അമിതമായ ഉത്സാഹത്താൽ പറഞ്ഞു. വിമർശനങ്ങളോട് പ്രതികരിച്ചത് ഹൂ കെയേഴ്സ് എന്ന് ചോദിച്ചാണ്. അപ്പോഴും ഒരാളുണ്ടായി, ജിൻഡോ ജോൺ ഉണ്ടായി. ജിൻഡോ ജോൺ അതിന് മറുപടി ഒറ്റ വാചകത്തിലിട്ടതേ ഉള്ളൂ, ഹൂ കെയേഴ്സ് എന്നുള്ളതിന് ഉത്തരം ഐ ഡു കെയർ, ഞാനിത് വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് ജിൻഡോയും ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടു. അപ്പോൾ കോൺഗ്രസ്സിൽ ശരിക്കും അടിസ്ഥാനപരമായി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അല്ലാത്ത ഒരു നിലപാടുകളുടെ പേരിലുള്ള സ്ഥാനക്കയറ്റത്തിൻ്റെ മത്സരത്തിൽ സതീശൻ മുൻപന്തിയിലെത്തി. മറ്റൊരു നേതാവിന് ഈ നിലപാടെടുക്കാൻ പറ്റിയിട്ടില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് പറ്റിയില്ല, സുധാകരന് പറ്റിയില്ല. അങ്ങനെ ആർക്കും പറ്റാതെ വരുന്ന അവസരത്തിലാണ് സതീശൻ സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോകുന്നത്. നിലമ്പൂർ വൻപിച്ച ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടു. അവിടെയൊക്കെ സതീശൻ കാണിക്കുന്ന ആർജവം, ഇത് നാളെ രാഹുൽ മാങ്കൂട്ടമായിട്ട് നാളെ കേസിൽ നിന്ന് വെറുതെ വിടപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തെ ആദ്യം സ്വീകരിക്കുന്ന നേതാവും സതീശനായിരിക്കും. ഇവിടെ അങ്ങനെ ഒരു നേതാവിൻ്റെ അഭാവം കേരള രാഷ്ട്രീയത്തിൽ ഇല്ലാതായിട്ട്, അങ്ങനെ ഒരു നേതാവില്ലാതായിട്ട് അച്യുതാനന്ദൻ്റെ മരണശേഷം പ്രത്യേകിച്ചും അത്തരം ധൈര്യമായിട്ട് നിലപാട് പറയാൻ പറ്റുന്നൊരു നേതാവ് ഇല്ലാതെ പോകുന്നു. അത് കോൺഗ്രസ്സിന് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുന്ന നേതാവ് നാളെ എങ്ങനെ എടുക്കാൻ പോകുന്ന അറിയത്തില്ല. പല കോൺഗ്രസ് നേതാക്കന്മാർ ആദ്യകാലത്ത് വലിയ ആദർശവാന്മാരായിരുന്നു, പിന്നീട് ഏറ്റവും വലിയ ഒത്തുതീർപ്പുകളുടെയും അഡ്ജസ്റ്റ്മെൻറ്റുകളുടെയും രാജാക്കന്മാരായിട്ട് മാറിയ നേതാക്കന്മാരെ നമുക്കറിയാം. സതീശൻ നാളെ അങ്ങനെ മാറുമെന്ന് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. പക്ഷേ ഒന്നുണ്ട്, ഇതിപ്പോൾ സതീശൻ എടുത്തിരിക്കുന്ന വർഗീയ സമുദായ സംഘടനകൾക്കെതിരായിട്ടുള്ള നിലപാട് നമ്മൾ അംഗീകരിക്കണം. അപ്പോൾ ഓരോ ദിവസം ചെല്ലുന്നതോറും കഴിഞ്ഞ സതീശൻ്റെ ലീഡർഷിപ്പ് ഗ്രാഫ് കൂടി പോവുകയാണ്. ഇപ്പം വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും സതീശനെ പറ്റി പറഞ്ഞെന്താ? സുകുമാരൻ നായർ പറഞ്ഞു സതീശനെ കോൺഗ്രസ് കയറൂരി വിട്ടിരിക്കുകയാണ്. അതിനൊരു മാധ്യമപ്രവർത്തകൻ്റെ മറുപടി ഉണ്ടായിരുന്നു, സതീശൻ എന്താ സുകുമാരൻ നായർ സാറിൻ്റെ പറമ്പിൽ കിട്ടിയിരിക്കുന്ന പശുവോ ആടോ വല്ലോ ആണ് ഇങ്ങനെ കയറൂരി വിടാൻ, അത്രയ്ക്ക് മാത്രം അവഹേളിക്കുകയാണോ സതീശനെ എന്ന് ആര് ചോദിച്ചു? അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു മാധ്യമപ്രവർത്തകൻ്റെ ചാനൽ ചർച്ചയിലൊക്കെ പരസ്യമായ കമൻറ്റായിരുന്നു. വെള്ളാപ്പള്ളി സതീശനെ പറ്റി പറയാത്തൊന്നുമില്ല. മാത്രമല്ല സതീശനെ തോൽപ്പിക്കാനായിട്ട് പറവൂർ 2011 2016 ക്യാമ്പ് ചെയ്ത് വെള്ളാപ്പള്ളി പ്രവർത്തിച്ചതാണ്. പക്ഷേ സതീശൻ ജയിച്ചു. സുധീരനോടെ ജയിച്ച പോലെ സതീശൻ ജയിച്ചു. വേണുഗോപാൽ ജയിച്ച പോലെ സതീശൻ പറവൂരിന് ജയിച്ചു വന്നു. പറവൂരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 55% ഈഴവ വോട്ടുള്ള നിയോജകമണ്ഡലത്തിൽ തന്നെ സതീശൻ വരുന്നത്. അവിടെ പോയാണ് വെള്ളാപ്പള്ളി സതീശനെ തോൽപ്പിക്കാൻ നോക്കിയത്, എന്നിട്ടും പരാജയപ്പെട്ടു. ഇനി ഒന്നുകൂടെ പറയുന്നു, കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടെ പറവൂരിന് ജയിക്കാനാണ് സതീശന് സാധ്യത. മറിച്ച് കാരണം സതീശനല്ല അവിടെ ജയിക്കുന്നത്, സതീശനെടുത്ത നിലപാടുകളാണ്. ഈ സമുദായ സംഘടനകൾ പറഞ്ഞാൽ അതിൻ്റെ പുറകെ പോയി എല്ലാ കാലത്തും എപ്പോഴും വോട്ട് ചെയ്യുന്ന ജനങ്ങളാണെന്ന് വിചാരിക്കരുത്.
ആ ധാരണയ്ക്ക് പകരം വയ്ക്കാൻ പറ്റുന്ന ഒരു നേതാവ്, നിലപാടുകൾ എടുക്കുന്ന നേതാവ്. നാളെ ഇനി ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. എന്താണ് നാളെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എന്താണ് ചെയ്യാൻ പോകുന്നത്, അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്ന പോലെ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നും ജനങ്ങളോട് പറയാനുള്ള സമയമായിരിക്കുന്നു. എന്താണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഇന്ന കാര്യങ്ങൾ ചെയ്യില്ല എന്നും പറയാനുള്ള സമയമായിരിക്കുന്നു. പേഴ്സണൽ സ്റ്റാഫിൻ്റെ കാര്യത്തിൽ, മന്ത്രിമാരുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ, ശമ്പള വർധനവിൻ്റെ കാര്യത്തിൽ, വേസ്റ്റ് കടം മേടിക്കുന്ന കാര്യത്തിൽ, കടം മേടിക്കുന്ന സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ കാര്യത്തിൽ എല്ലാം ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. എന്തെങ്കിലും വ്യത്യാസം നാളെ ഒരു കോൺഗ്രസ് ഭരണം വന്നാൽ, സതീശൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഭരണം വന്നാൽ ഉണ്ടാവുമോ? പിന്നെ ഒന്നുകൂടി സൂക്ഷിക്കുക, സതീശനെ വെട്ടാൻ വേണ്ടി സമുദായ നേതാക്കളെ കരുക്കളാക്കാൻ കറങ്ങി നടക്കുന്ന നേതാക്കന്മാർ ഇപ്പോഴും ഉണ്ട്, എല്ലാ കാലത്തും ഉണ്ട്. താക്കോൽ സ്ഥാനം നമ്മൾ കണ്ടതാണ്. അങ്ങനത്തെ കളികൾ കളിക്കുന്ന നേതാക്കന്മാരെ മൂലക്കിരുത്താൻ കോൺഗ്രസ്സുകാർ തന്നെ തയ്യാറാകേണ്ട സ്ഥിതിയുമായിരിക്കുന്നു. തൽക്കാലം ഇത്രമാത്രം.